നമ്മളെല്ലാവരും വേദനിപ്പിച്ച ഞെട്ടിച്ച വാർത്തയാണ് മലപ്പുറം മങ്കടയിൽ നിന്ന് വന്നത്. ഇടിമിന്നൽ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് മലപ്പുറം മങ്കട മേഖല. വെള്ളിലയിലെ കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ച് 4 യുവാക്കളാണ് ഇന്നലെ ഇടിമിന്നലേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ഫഹദ്, സിയാദ്, ബഹാസ്, റഹീസ് എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടമുണ്ടായ കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ നിന്ന് KV രാഹുൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു, എന്താണ് ഉണ്ടായതെന്ന് വലിയ ആശങ്ക നമുക്ക് ഉണ്ട്. കാരണം ഇനിതാപ്പം മഴയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ വാർത്ത അതിന് മുൻപ് തന്നെ കേൾക്കുന്നത്. എന്താണ് ഇന്നലെ അവിടെ ഉണ്ടായത്? ഈ വ്യൂ പോയിന്റ് കുറേ അധികം ആളുകൾ വരുന്നൊരു സ്ഥലമാണോ ഇത്? അതെ, ഈ ദാരുണമായ അപകടത്തിന്റെ ഞെട്ടലും ദുഃഖത്തിലുമാണ് ഈ നാട് ഒന്നടങ്കം തന്നെ ഉള്ളത്. കുരങ്ങൻചോല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നാട്ടുകാർ കാറ്റുകൊള്ളാനും സംസാരിക്കാനും ഒക്കെയായി വന്നിരിക്കുന്ന സ്ഥലമാണ്. പിന്നീട് അത് കണ്ടും കേട്ടുമൊക്കെ പുറത്തേക്ക് പോവുകയും ജില്ലയ്ക്ക് പുറത്തു നിന്ന് അടക്കം ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ വന്നിരുന്ന് സംസാരിച്ചൊക്കെ പോകുന്ന സ്ഥലമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും. വലിയൊരു മലയുടെ മുകൾ ഭാഗമാണ് കുരങ്ങൻചോല എന്ന് പറയുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെയായി തെങ്ങിൻ തോട്ടവും ഒക്കെ തന്നെയുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ആണ് ഈ മേഖല എന്നതുകൂടിയാണ്. വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെയൊക്കെ മുകളിലിരുന്ന് സംസാരിക്കുന്നതിനും കാറ്റുകൊള്ളുന്നതിനും ഒപ്പം കോടമഞ്ഞാണ് മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകാറെന്ന് കൂടി നാട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ കൂടുതലായി വരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഈ മിന്നൽ ഇന്നലെ ഏൽക്കുകയും 5:30യോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നതും. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ചെരുപ്പുകളാണ്. 7 പേരാണ് ഇവിടേക്ക് വന്നിരുന്നത്. അതിൽ 4 പേർ മരണപ്പെട്ടു. 3 പേർ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 പേരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് തിരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി പറയുകയാണ് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഒരു സ്ഥലത്തേക്ക് വന്ന് തിരയുന്ന സമയത്ത് ഈ താഴ്ഭാഗത്തേക്ക് ഈ വലിയൊരു മലയുടെ ഇറക്കമാണ്. നമ്മൾ ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു. ആ ഇറക്കത്തിലേക്ക് തെറിച്ച് പോയിരുന്നതാണ്. ഈ ഉണങ്ങിയ പുല്ലിൻ്റെ ഒക്കെ ഭാഗം കാണാം. അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു യുവാവ് തെറിച്ച് പോയിരുന്നു. പിന്നീട് തിരഞ്ഞ് കണ്ടെത്തുകയായിരുന്നു. മുണ്ട് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണുവാനും കഴിയുന്നുണ്ട്. അപ്പം തന്നെയാണ് ഈ നാട്ടുകാർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ സമീപത്ത് തെങ്ങിനൊക്കെ ഇടിമിന്നലേൽക്കാറുണ്ട്, വീടുകൾക്ക് ചെറിയ രീതിയിൽ കേടുപാടൊക്കെ സംഭവിക്കാറുണ്ട് എന്നതാണ്. അപ്പോൾ അങ്ങനെ ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. പക്ഷേ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം, കോടമഞ്ഞ്, നല്ല കാറ്റ്, കുളിർ കാറ്റ് എന്നിവയ്ക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി കൂടുതലായി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക തന്നെയായിരുന്നു. നമ്മളപ്പം നാട്ടുകാരുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായ ആൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 6 പേരെ കണ്ടെത്തി, ഒരാളെ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ. എപ്പോഴും തിരക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നേരത്തെ ഇവിടെ പയ്യന്മാർ ഇവരും തന്നെ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ടൈമൊന്നുമല്ല. അവരും തന്നെ ചെറിയ മഴ പെയ്തപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യില്ല. ചെറിയ മഴ പെയ്യുമ്പോൾ ജസ്റ്റ് അവർ കയറി നിൽക്കും, മഴ ചോർന്നിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഇതുപോലെ അന്നല്ല കയറി നിന്നതാവും. അതിലാണ് ഈ താഴെ നിന്നുള്ള അന്തരീക്ഷവും കാലാവസ്ഥയല്ല ഇവിടെ, ക്ലൈമറ്റ് അല്ല. അല്ല ഇവിടെ നല്ല വേനൽക്ക് ഇവിടെ ചെറിയൊരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലങ്ങളാണ്. മഴക്കാലത്ത് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഇവിടെ ഉള്ള പയ്യന്മാരാണ്. അതും ഒരേ മഹലിൽപ്പെട്ട 4 പേരും മരണപ്പെട്ട ഒരേ മഹലിൽപ്പെട്ട ആളാണ്. ഒരേ പള്ളിയിലേക്കുള്ള ഒരാളെ നല്ല താഴ്ചയെന്നാണോ കിട്ടിയത്? തീർച്ചയായിട്ടും ഇതിലങ്ങോട്ട് കയറ്റാൻ പറ്റിയില്ല. പിന്നെ താഴെവായിക്കൂടെ വേറെ റോഡുണ്ട്. ആ റോഡിനാണ് പിന്നെ കയറ്റാൻ പറ്റിയത്. ആ ലാസ്റ്റ് പാറയുടെ താഴെ പോയി എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടീനെ നമ്മൾ താഴെ വായിക്കൂടെ വേറെ റോഡുണ്ട്, അതിലേ കൊണ്ടുപോകാൻ പറ്റിയത്. ഇതിലെ മേലേക്ക് കയറി പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ 2 ഫയർഫോഴ്സിൻ്റെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരു 10 മണി വരെ തെരച്ചിൽ നടത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് പോയതാണ്. കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും സുരക്ഷ വേണമെന്നൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ നേരത്തേക്ക്? നമുക്കങ്ങനെ ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു അപകടങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടില്ല. സുരക്ഷേൻ്റെ ആവശ്യം നമുക്ക് അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായ റിച്ച് ചേട്ടനാ പറഞ്ഞ ഇവിടെ മൂപ്പരുടെ പറമ്പിൽ തെങ്ങ് ഒരു 10ഓളം തെങ്ങ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ തെങ്ങുകൾ ഇവിടെ ഏകദേശം ഒരു ഇടിമിന്നൽ ഏൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പൊതുവെ. മുകൾ ഭാഗത്തേക്കും ഇതേപോലെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണോ? വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ മുന്നിക്ക് പോയാൽ ഒരു ഫാം ഉണ്ട്. അവിടെ ആ ഫാമിൻ്റെ എല്ലാം കയറി പോയാൽ വ്യൂ പോയിന്റുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോലീസ് വിലക്കിയിട്ടുണ്ട്. അങ്ങടെ പോലീസ് ഒക്കെ വിലക്കിയ സ്ഥലമാണ്, അങ്ങോട്ട് പോകരുത് എന്ന്. കാരണം അതുപോലെ അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഈ വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ രാത്രി ആയാലും ഇവിടെ പോലീസുകാരൊക്കെ വന്നാൽ പിന്നെ കൂടുതൽ നിർത്തലില്ല, പയ്യന്മാരൊക്കെ തുളിച്ചുവിടലുണ്ട്. അരി നമ്മോടൊപ്പം പഞ്ചായത്ത് അംഗം കൂടെ ചേരും. അല്പസമയത്തിനകം തന്നെ മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം
പൊതുദർശനമുണ്ട്. പൊതുദർശനം എന്നത് ക്രമീകരിച്ചിട്ടുള്ളത് വെള്ളില ഓഡിറ്റോറിയത്തിലാണ്. അതായത് ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ താഴെയായിട്ടുള്ള ടസ്കർ എന്ന പേരിലൊരു ഓഡിറ്റോറിയമുണ്ട്. അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വെള്ളില മലയിൽ ജുമാ മസ്ജിദിലാണ് നാലുപേരുടെയും ഖബറടക്കം നടക്കുക. ഇപ്പം തന്നെ പരിക്കേറ്റ റോഷൻ 20 വയസ്സ്, ഇഷാത്ത് 19, സൽമാനുൽ ഫാരിസ് 21 എന്നിവർ ഇവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.